CPM-ന് വേണ്ടി ഒരു കാലത്ത് കൊല്ലും കൊലയും നടത്തിയിട്ടുള്ള ക്രിമിനലുകൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ജയിലുകളിൽ VIP പരിഗണനയായിരുന്നു. ആവശ്യത്തിന് പരോളും ഫോണും ലഹരിയും ഒക്കെ എത്തിച്ചു നൽകാൻ ആളുകളും. എന്നാൽ ഭരണം മാറിയതോടെ പാർട്ടി ഗുണ്ടകളുടെ കാര്യം അല്പം കഷ്ടമാണ്. VIP പരിഗണന പോയിട്ട് നേരെ ചൊവ്വേ ഫോൺ വിളിക്കാൻ പോലും സൗകര്യങ്ങളില്ല. മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ വിരട്ടി അനധികൃതമായി ഫോൺ വിളിച്ചിരുന്ന ഗുണ്ടകൾക്കിപ്പോൾ പൂട്ടിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നും ഫോൺ വിളിച്ചതിന് പിടിക്കപ്പെട്ട കൊടി സുനിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും ജയിലിൽ നിന്നും കൊടി സുനിയുടെ ഫോൺ വിളി. ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് ഫോൺ ചെയ്തതെന്നാണ് വിവരം. സംഭവത്തിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തവനൂർ ജയിൽ സൂപ്രണ്ട് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ കഴിഞ്ഞ കുറേ നാളുകൾ, അതായത് 2 ഇടതു സർക്കാരുകളുടെ കാലത്തും വലിയ സൗകര്യങ്ങൾ, VIP പരിഗണനകളായിരുന്നു ഈ കൊടീസുനി ഉൾപ്പെടെയുള്ള CPM-ൻ്റെ ക്രിമിനലുകൾക്കെങ്കിൽ ഇപ്പോൾ ഭരണം മാറിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. മുൻപ് കിട്ടിയിരുന്ന സൗകര്യങ്ങളില്ല, VIP പരിഗണനയില്ല. എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ജയിലിൽ സംഭവിച്ചത്? എങ്ങനെയാണ് കൊടീസുനി പിടിക്കപ്പെട്ടത്? ടോം, തവനൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കൊടിസുനി തടവിലുള്ളത്. ഇവിടെ എല്ലാ ജയിലുകളിലും സെൻട്രൽ ജയിലുകളിലും കോയിൻ ബോക്സ് ടെലിഫോൺ സൗകര്യമുണ്ട്. ഇത് BSNL-ൻ്റേതാണ്. ഈ ഫോൺ വഴി വിളിക്കണമെങ്കിൽ BSNL-ൻ്റെ 450 രൂപയുടെ കാർഡ് അത് ആക്ടിവേറ്റ് ചെയ്യണം. ഈ കാർഡിൽ 3 നമ്പറുകളായിരിക്കും ഉണ്ടാവുക. ഈ കാർഡ് സ്വൈപ്പ് ചെയ്ത് അതിൽ 3 നമ്പറുകൾക്ക് 1, 2, 3 എന്ന് തന്നെയാണ് ക്രമം കൊടുത്തിട്ടുള്ളത്. അതിൽ ആ നമ്പർ അടിച്ചാൽ ആരുടെ പേരിലാണോ ആ 1 എന്ന നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവർക്ക് കോൾ പോകും. അങ്ങനെ 450 രൂപയ്ക്കാണ്, 450 മിനിറ്റാണ് ഒരു മാസം ഇവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കൊടിസുനി ഇതുപോലെ തന്നെയാണ് ഫോൺ ചെയ്തിട്ടുള്ളത്. കോയിൻ ബോക്സിൽ ഈ പറയുന്ന കാർഡ് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ കാർഡ് മറ്റൊരാളുടെ കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒന്നുകിൽ കൊടിസുനിയുടെ കൈവശമുള്ള കാർഡിലെ 450 മിനിറ്റ് തീർന്നു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ താൻ രജിസ്റ്റർ ചെയ്യാത്ത മറ്റൊരാളെ വിളിക്കുവാൻ കൊടിസുനി മറ്റൊരാളുടെ കാർഡ് ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, സഹതടവുകാരൻ്റെ കാർഡിലുള്ള നമ്പർ അതിലേക്ക് കൊടിസുനി വിളിച്ച് ആ കോൾ ഒരു കോൺഫറൻസ് കോളാക്കി മറ്റാരോടോ സംസാരിച്ചു. അതായത് ജയിലിൽ നിന്നും പുറത്തേക്ക് വിളിക്കാൻ അനുവാദമില്ലാത്ത നമ്പറിലേക്ക് കൊടിസുനി ആശയവിനിമയം നടത്താൻ സഹതടവുകാരൻ്റെ കാർഡ് ഉപയോഗിച്ചു എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇത് പോലീസ് കൃത്യമായിട്ട് ജയിലധികൃതരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ കോൾ ചെയ്യുന്നത്. പക്ഷേ സാധാരണഗതിയിൽ അലോട്ട് ചെയ്ത നമ്പർ അത് ആരുടേതാണെന്ന് കൃത്യമായിട്ട് ജയിലധികൃതർക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷെ കാർഡ് മാറ്റി വിളിക്കുമ്പോൾ ഇതാരെയാണ് വിളിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണെങ്കിൽ ജയിലധികൃതർ കണ്ടെത്തിയിട്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇയാളെ പണിഷ്മെൻറ്റ് സെല്ലിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി മറ്റു തടവുകാരെ പോലെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ കഴിയില്ല. മറ്റ് സൗകര്യങ്ങൾ പുറത്തിറങ്ങാനുള്ള, അതായത് ജയിലിൽ പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങളും ഇയാൾക്കുണ്ടാകില്ല. അപ്പോൾ അത്തരത്തിലൊരു നടപടിയും ഇയാൾക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സഹതടവുകാരൻ്റെ അറിവോടെയും സമ്മതത്തോടെ ആണോ ഇത് ചെയ്തത് എന്നും ജയിലധികൃതർ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. 2 തരത്തിലാണ് ഈ ജയിലിലെ ഫോൺ വിളി സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഈ മറ്റൊരാൾ നമുക്ക് അലോട്ട് ചെയ്യാത്ത നമ്പറുകളിലേക്ക് ഈ തടവുപുള്ളി വിളിക്കുകയാണെങ്കിൽ അത് മറ്റൊരാളുടെ കാർഡിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആൾ ആ കോൾ മറ്റൊരാൾക്ക് കോൺഫറൻസ് ചെയ്ത് നൽകണം. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഏതോ ഒന്നാണ് കൊടിസുനി ഇവിടെ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസിൻ്റെ ജയിലധികൃതരുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ ഇപ്പോൾ പണിഷ്മെൻറ്റ് സെല്ലിലേക്ക് മാറ്റിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ടോം. യെസ്, തീർച്ചയായും അനുമോദ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. കാരണം ഇതിനു മുൻപും ഇതേ രീതിയിൽ തന്നെ അനധികൃതമായി കൊടിസുനി ഫോൺ വിളിച്ചിട്ടുണ്ടാകാം. അതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടാകാം. പക്ഷേ ഭരണം മാറിയപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, പഴയതുപോലെ അല്ലല്ലോ ഇപ്പോൾ സാഹചര്യം. നേരത്തെ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഞങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, കൃത്യമായും മറുപടി നൽകും, അങ്ങനെ അഴിഞ്ഞാടാൻ വിടില്ല, ഈ പാർട്ടി ഗുണ്ടകളെ ഒന്നും അഴിഞ്ഞാടാൻ വിടില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ നൽകിയതാണ്. ഒരുപക്ഷെ ഇതിനു മുൻപും ഇങ്ങനെ ജയിലുകളിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള CPM-ൻ്റെ തടവുകാർക്ക് അല്ലെങ്കിൽ CPM-ൻ്റെ ഗുണ്ടകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഉദ്യോഗസ്ഥരുടെ
ഒത്താശയോടുകൂടി തന്നെ ലഭിച്ചിരുന്നതല്ലേ? ഒരുപക്ഷെ ഈ ഭരണം മാറിയതുകൊണ്ടാണോ ഇപ്പോൾ പിടിക്കപ്പെട്ടത്, ഈ രീതിയിലൊരു നടപടിയിലേക്ക് നീങ്ങിയത്? അത് പൂർണ്ണമായിട്ടും നമുക്കങ്ങനെ പറയാനായില്ലെങ്കിലും ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ജയിൽ സൂപ്രണ്ടുമായിട്ട് ജയിലിലെ ഉദ്യോഗസ്ഥരുമായിട്ട് കൊടിസുനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊടിസുനി കയ്യിൽ ചരട് കെട്ടിയിരുന്നു. ഇത് അഴിച്ചു മാറ്റാൻ ജയിലുദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിക്കില്ല. തുടർന്ന് ഈ ജയിലുദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഈ ജയിലുദ്യോഗസ്ഥൻ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. തുടർന്ന് ഈ ചരട് ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ ജയിലുദ്യോഗസ്ഥർക്ക് തന്നെ ഈ കൊടിസുനിക്ക് എതിരെ വലിയ അയാളുടെ പ്രവൃത്തികൾ വലിയ വിരോധമുണ്ട്. മാത്രമല്ല നടപടികൾക്ക് വിധേയമാക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഫോൺ വിളി ഉണ്ടായിരിക്കുന്നതും അത് ജയിലധികൃതർ കണ്ടെത്തുകയും ചെയ്തത്. മുമ്പ് ഇതുപോലെ വിളിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ വിളിച്ചിരിക്കാം എന്ന് തന്നെ വേണം പറയാൻ. അത് കൊടിസുനി മാത്രമല്ല, എല്ലാ ജയിലുകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജയിൽ വകുപ്പ് മുൻപ് ഈ BSNL നമ്പറുകളിലേക്ക് മാത്രമേ വിളിക്കാവൂ എന്നൊരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു. അതായത് BSNL നമ്പറിലേക്ക് വിളിക്കാൻ മാത്രമേ പാടൂ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അങ്ങനെ ഒരു നിർദ്ദേശം, ഒരു നിബന്ധന വെക്കുകയാണെങ്കിൽ ഈ ജയിൽ പുള്ളികൾ വിളിക്കുന്ന മറ്റ് നമ്പറിൽ നിന്ന് കോൾ കോൺഫറൻസ് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അതായത് ഏത് നമ്പറിലേക്ക് വിളിച്ച് ആവശ്യമുള്ളവരെ കോൺഫറൻസിലിടുമ്പോൾ അധികൃതർക്ക് ഇത് കണ്ടെത്താനാകില്ല. പക്ഷേ ആ ഒരു നീക്കത്തിനെതിരെ തടവ് പുള്ളികളിൽ പലരും അവരുടെ ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ച് ആ നീക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അറിയാനാകുന്നത്. അത് അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വകാര്യ ഉപയോക്താക്കളുടെ ഈ മൊബൈൽ നമ്പറുകളിലേക്ക് ആണെങ്കിൽ അവർക്ക് കോൾ കോൺഫറൻസ് സൗകര്യം ഏർപ്പെടുത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു ജയിലിലെ ഫോൺ വിളി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കൊടിസുനിയും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സഹതടവുകാരൻ്റെ കാർഡ് മോഷ്ടിച്ചിട്ടാണോ, അത് അയാൾ കൊടുത്തതാണോ, അതോ കൊടിസുനിക്ക് വിളിക്കേണ്ട നമ്പർ സഹതടവുകാരൻ അയാളുടെ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടാണോ എന്നുള്ളതൊക്കെ ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാണെങ്കിലും കൊടിസുനിക്ക് പഴയ പോലെ ജയിലിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങളോ വലിയ സൗകര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ മാറിയ സാഹചര്യത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് അയാളെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയിട്ടുള്ളത്. തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് കൊടിസുനി ജയിലിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. സഹതടവുകാരെ മർദ്ദിച്ചു എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു 2023 വിയൂരിൽ നിന്നും അതീവ സുരക്ഷാ ജയിലിൽ നിന്നും തവനൂരിലേക്ക് മാറ്റിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, തവനൂരിലെത്തിയ ശേഷവും ഇങ്ങനെ തന്നെ സഹതടവുകാരെ ഉപദ്രവിക്കുന്നു. മാത്രമല്ല, ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനു മുൻപ് ഈ കൊടിസുനിക്കെതിരെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ജയിലിനകത്തും പുറത്തും ഇയാൾക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കാൻ ആളുകളുണ്ട് എന്ന രീതിയിലുള്ള ആരോപണവും പരാതിയും ഒക്കെ ഉയർന്നു വന്നെങ്കിലും അന്നൊരു നടപടി പോലും ഈ കൊടിസുനിക്കെതിരെ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല, വീണ്ടും സൗകര്യങ്ങൾ VIP പരിഗണന തന്നെ കിട്ടിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്, ഒരു കൊടും ക്രിമിനലാണ് കൊടിസുനി. പക്ഷേ ഇപ്പോൾ എന്തായാലും നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. മാത്രമല്ല, അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസ് പോലീസിന്റെ തുടർ നടപടി ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അനുമോദ്? ഇത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറ്റിപ്പുറം പോലീസിൽ അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ കൊടിസുനി നിലവിൽ ജയിലിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ മറ്റ് നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്നാണ് അറിയാനാകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനപ്പുറം നടപടികളോ കുറ്റപത്രം സമർപ്പിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്നാണ് കുറ്റിപ്പുറത്തെ പോലീസിനോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, കൊടും ക്രിമിനൽ എന്നതിനപ്പുറം ജയിലിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജയിലധികൃതർക്ക് തലവേദന ഉണ്ടാക്കുകയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ജയിലിലൊക്കെ കൊടിസുനി ജയിലിൽ വെച്ച് ഫോൺ വിളിച്ച് കൊട്ടേഷൻ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയിരുന്ന കാര്യങ്ങൾ അതിനുശേഷം വിയ്യൂരിലേക്ക് മാറ്റിയപ്പോഴും സമാനമായ പ്രശ്നം ജയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ നിയന്ത്രിക്കാൻ ജയിലധികൃതർ കഴിഞ്ഞിരുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് ഇയാൾക്ക് നേരെ നടപടിയെടുക്കാനോ കർശനമായ കാര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ജയിലധികൃതർ കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. എന്നാണെങ്കിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത മറ്റു തടവുകാർക്ക് ലഭിക്കുന്ന പുറത്ത്, അതായത് ജയിൽ കോമ്പൗണ്ടിൽ ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ പണിഷ്മെന്റ് സെല്ലിലേക്ക് ഇപ്പോൾ ഇയാളെ മാറ്റിയിട്ടുള്ളതെന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും
ജയിൽ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതിനുള്ള നടപടികൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കുറ്റിപ്പുറം പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊടി സുനിക്കെതിരായിട്ടുള്ള തുടർച്ചയായ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നടപടി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇയാൾ വീണ്ടും ഈ തവനൂരിലെ ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ പോലും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ജയിൽ മാറ്റം ഉണ്ടാകുമോ, അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുമോ, കർശനമായ നിരീക്ഷണം കൊടി സുനിക്ക് മേൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.